ഹലോ ഹായ്, ഞാനിന്നിവിടെ ഒരു തണുത്ത പാനീയം. ഇപ്പം നമുക്ക് ഭയങ്കര സമയമാണല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തണുത്തത് ഉണ്ടാക്കി കഴിക്കാമെന്ന് ഓർത്തിട്ട് ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാല് വേറൊരു പാത്രത്തിലും എടുത്തിട്ടുണ്ട്. അതിനുശേഷം കസ്റ്റാർഡ് പൗഡർ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് അത് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി, കട്ട പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കുക. അതിനുശേഷം ആ പാലെടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ട് നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് അട്ട പിടിക്കാൻ പാടില്ല. അത് നന്നായിട്ട് തിളച്ച് ഇങ്ങനെ ഇളക്കി തന്നെ ഇരിക്കണം. കൈയെടുത്ത് കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കും. അതുകൊണ്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം ഒരുമാതിരി ഒന്ന് പറ്റി വരുമ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ കുറേശ്ശെ എടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് പിന്നെയും അത് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കസ്റ്റാർഡ് പൗഡർ കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി അതിലോട്ട് ചേർക്കുക. അപ്പോഴും നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് അടിയിൽ കട്ട പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാരയും ചേർത്ത് ഈ ഒരു പരുവാകുമ്പോൾ അത് ഇറക്കി വെക്കുക. അതിനുശേഷം വാനില എസൻസ് 1 സ്പൂൺ വാനില എസൻസ് കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തണുക്കാൻ മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം ഈ ബൗളിലോട്ട് അത് ഒഴിച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കുക. അപ്പോൾ നമ്മളിവിടെ ഏത്തപ്പഴവും മുന്തിരി, പൈനാപ്പിള്, മാതള നാരങ്ങ ഇതെല്ലാം നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് തേനും കൂടെ ചാലിച്ച് അതും ഫ്രിഡ്ജിലോട്ട് തണുക്കാൻ വെക്കുക. അതും കൂടി തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ അത് തണുത്ത് കഴിയുമ്പോൾ എടുത്ത് നമ്മൾക്കിനി സെറ്റ് ചെയ്യാം. അതെടുത്ത് ഒരു 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിലോട്ട് ഇത് ആദ്യം ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ കസ്റ്റാർഡ് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ പാത്രത്തിലോട്ടും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഐസ്ക്രീം കൂടെ ഉണ്ട്. ആ ഐസ്ക്രീമും ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ആ ഫ്രൂട്ട്സ് കൊണ്ട് ഒന്ന് അലങ്കരിക്കുക. നമ്മുടെ ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല